പെരുന്നാളിനെ ഇറച്ചി കിട്ടിയിട്ട് ഒരു റെസിപ്പി പോലും ഉണ്ടാക്കിയില്ല എന്നൊരു പരാതി വേണ്ട. ബാ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് കനം കുറഞ്ഞ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച 2 കിഴങ്ങൊന്നും എടുത്തിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അതിനുശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു എഗ്ഗ് എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൻ്റെ പീസ് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യുകയോ ഡീപ്പ് ഫ്രൈ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലേറ്റ് എല്ലാം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഓയിലൊന്നും ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്തെടുത്താലും ഒരു കുഴപ്പമില്ല. പിന്നെ മസാലകളൊക്കെ ബീഫിൽ ചേർത്ത് കൊടുക്കുന്ന സമയം എരിവൊക്കെ കൂടിയാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എരിവൊക്കെ ചേർത്ത് കൂട്ടി വേണം കേട്ടോ ബീഫൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ബ്രെഡ് ക്രംസിൻ്റെ പുറംഭാഗം എല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ ഇവിടുത്തെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം കേട്ടോ. ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡിയാക്കാം. ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് സോസിൽ ഡിപ്പ് ചെയ്യണേ.